ഇതാണ് ഉഡായിപ്പ് സുബ്ബുട്ടി, കണ്ടോളി. പ്രിയമുള്ളവരെ, ജലീലാണ്, കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ റിക്വസ്റ്റ്, ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, പ്രത്യേകിച്ച് നമ്മളെ കടക്കത്തൊഴിലാളികൾ. ഇത് എൻ്റെ സങ്കടമാണ്. എന്നെ ചതിച്ച ഒരു വ്യക്തിൻ്റെ ഒരു കാര്യം പറയാനും വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുബ്ബുട്ടി എന്നാണ്. മൂടാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതുവരെക്കും അദ്ദേഹം ആരും ചതിച്ചിട്ടുണ്ടാവില്ല, വഞ്ചിച്ചിട്ടുണ്ടാവില്ല, പറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ആ വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ കല്ലുമ്മക്കായി കൊടുത്തത്. അതൊക്കെ വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇനി ആരും അദ്ദേഹം പറ്റിക്കരുതെന്ന് വിചാരിച്ചതിനെ കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കും. സുബ്ബുട്ടിൻ്റെ മക്കളുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ശ്വാസം മുട്ടിച്ച പൈസയാണ് നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് തരുന്ന മദ്യം നിങ്ങൾക്ക് ഒഴിച്ചു തരുന്നില്ല അദ്ദേഹം. എൻ്റെ അധ്വാനമാണ്, എൻ്റെ ശ്വാസം മുട്ടിച്ച പൈസയാണ്. ധാരാളം വ്യക്തികൾക്ക് ഞങ്ങളിവിടെ സഹായം ചെയ്യുന്നുണ്ട്. തെരുവിലകപ്പെട്ടവരും വീട്ടിൽ ഒറ്റപ്പെട്ടവർക്കും ഡൈപ്പറായിട്ടും വസ്ത്രമായിട്ടും മെഡിസിനായിട്ടും ഭക്ഷണമായിട്ടും കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ഞാൻ കരുതാം. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഞാൻ 20 കിലോ 15 കിലോ ഒക്കെ കടക്ക പറിക്കാറുള്ളൂ. കൂടെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം അടക്കം പറിക്കാറുള്ളൂ. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. ഇനി ആരോടും അങ്ങനെ ചെയ്യരുതല്ലോ. ഇനി അദ്ദേഹത്തിന് ഞാൻ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. പോരാത്തത് 2 കോളുകൾ, 2 നമ്പറിനും, ആ നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 നമ്പറിനും, അതിലൊരു നമ്പറിൽ വിളിച്ചിട്ട് പെട്രോൾ വെച്ച് കത്തിക്കുമെന്ന് പറഞ്ഞത് എന്നെ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. നയിച്ച പൈസ ചോദിച്ചിട്ട്, അതും സുബ്ബുട്ടിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു വാക്കുകളൊന്നും കേൾക്കുമെന്ന് ഞാൻ സ്വപ്നത്തിലും കൂടി കരുതിയിട്ടില്ല. സത്യമായിട്ട് വായി തുറന്നാൽ അദ്ദേഹം കളവ് പറയാനും തിന്നാനും വേണ്ടി മാത്രമേ വായി തുറക്കുന്നുള്ളൂ എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം നിസ്സാര പൈസ, അദ്ദേഹത്തിന് നിസ്സാര പൈസ ആയിരിക്കും, പക്ഷെ എനിക്ക് ധാരാളം വലുതാണത്. അതും ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്. അവർക്കൊരു 10 ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വോയിസ് ആയിട്ട് വരുന്നത്. എൻ്റെ 35 കൊല്ലം പോലെ ആയിട്ടുണ്ടാവും, 30 കൊല്ലം കൂട്ടിക്കോളി ഞാൻ കടക്ക ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഇതുവരെക്കും ആരും ഇങ്ങനെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ഇത് ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് ആ 15,000 തന്നില്ലേ ക്യാഷായിട്ട്, 1 ലക്ഷം രൂപ എനിക്ക് തരാനില്ലേ, അതും പോലീസ് സ്റ്റേഷനിൽ. 20 കിലോ 25 കിലോ കടക്ക ഞാൻ പറിക്കാറുള്ളൂ എന്നാണ് പറയുന്നത് അദ്ദേഹം എനിക്ക് എത്ര പൈസ തരാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുന്നൊരു സത്യമാണ്. എനിക്കും അദ്ദേഹത്തിന് ഞാൻ കല്ലുമ്മക്കായി കൊടുക്കുന്നത് 150 രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് കല്ലുമ്മക്കായി കൊടുക്കുന്നത്. ഇത് യഥാർത്ഥ സത്യമാണ്. ഫസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്ന 30/1/2025. 30-ാം തീയതി ഞാൻ കൊടുക്കുന്നത് 47 കിലോ കടക്കാണ്. അന്ന് 150 രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കല്ലുമ്മക്കായി കൊടുക്കുന്നത്. പിന്നെ 31-ാം തീയതി 67 കിലോ കടക്ക. പിന്നെ വരുന്ന 1-ാം തീയതിയാണ് 91 കിലോ കടക്ക. പിന്നെ 2-ാം തീയതി 40 കിലോ കടക്ക. പിന്നെ 3-ാം തീയതി 65 കിലോ കടക്ക. പിന്നെ 4-ാം തീയതി 95 കിലോ കടക്ക. 5-ാം തീയതി 51 കിലോ കടക്ക. 6-ാം തീയതി 57 കിലോ കടക്ക. അങ്ങനെ വീണ്ടും ആ പണി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് കയറാണ്. അന്ന് 8,000 രൂപയാണ് മുപ്പൊരാൾ. 8,000 6,000 അല്ലെങ്കിൽ 8,000 രൂപ ക്യാഷായിട്ട് തന്നത്. ഇതിലൊക്കെ 6,000 കാണുന്നുള്ളൂ. ക്യാഷായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എനിക്ക് പറ്റുമെന്ന് പറയും. ബാക്കിയുള്ള കാര്യം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു തരാം. പിന്നെ വരുന്നത് 20-ാം തീയതിയാണ് പണി വരുന്നത്. അത് ഹരീഷിൻ്റെ കാല് പിടിച്ചിട്ട് അന്ന് പണിയാക്കി. 3-4 ദിവസം ഞാനവിടെ താമസിച്ചിട്ടുണ്ട്, റൂം എടുത്തിട്ട്. എന്നതിന് ശേഷം അദ്ദേഹം എനിക്ക് ഗൂഗിൾ പേ 3-4 വട്ടം എനിക്ക് 1000 രൂപ, അതിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ട ഞാൻ നിങ്ങൾക്ക് തരാം. 20-ാം തീയതി പണിയെടുത്ത് 82 കിലോ കടക്ക. ആ കല്ലുമ്മക്കായിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കടക്ക പറിക്കേണ്ട, 1.40 1.30 കൂട്ടുള്ളൂ. പച്ചയ്ക്ക് ഓപ്പണായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ 1.40 ഞാൻ ഇവിടെ എഴുതി. പിന്നെ 21-ാം തീയതി ഞാൻ പണിക്ക് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ 28 കിലോ കടക്കുണ്ട്. പോട്ടെ, പണിക്ക് ഞാൻ പോയിട്ടില്ല. 22-ാം തീയതി 39 കിലോ കടക്ക. 23-ാം തീയതി 67 കിലോ കടക്ക. 24-ാം തീയതി 78 കിലോ കടക്ക. അന്നും ഞാൻ പണിക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് അത് പോട്ടെ. 25-ാം തീയതി 53 കിലോ കടക്ക. 26-ാം തീയതി 85 കിലോ കടക്ക. 27-ാം തീയതി 62 കിലോ കടക്ക. 28-ാം തീയതി 11 കിലോ കടക്ക. എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയാണ് സുബ്ബുട്ടിയത്. ഫസ്റ്റായിട്ട് എനിക്ക് ഇട്ടുന്നത് 25,000, പിന്നെ 15,700,
പിന്നെ 6500, പിന്നെ 2000, പിന്നെ 1000, പിന്നെ 1000, പിന്നെ 1000, പിന്നെ 1000, 5000, 10000, 5000, 2000, 3000, 15000, 7000. ഇതാണ് സുബ്ബുട്ടി എനിക്ക് ഗൂഗിൾ പേ ചെയ്തെന്ന ക്യാഷ്. എനിക്ക് റെഡി ക്യാഷ് തന്നത് 13000 രൂപ കൂട്ടിക്കോളി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കൂട്ടിയിട്ട്, സുബ്ബുട്ടി കൂട്ടിയിട്ട് ഒരു മറുപടി തന്നാൽ മതി. ഇത് യഥാർത്ഥ സത്യം. ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഒരുപാട് തെളിവുകളും സത്യങ്ങളും എനിക്ക് തരാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുക. ചിലപ്പം നിങ്ങൾക്ക് അദ്ദേഹം ഒരു ബോട്ടിൽ മദ്യം വാങ്ങി തന്നാൽ ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കും. ഞാൻ കണ്ടതാണ് കണ്ണിന് മുന്നിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ 3 പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഞാൻ പോയിട്ടുണ്ട് വിളിച്ചിട്ട്. അപ്പോഴൊക്കെ അദ്ദേഹം മദ്യത്തിലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നേരത്താണ് അദ്ദേഹം നോർമലായത്. അപ്പോൾ ഞങ്ങൾക്ക് ഗൂഗിൾ പേ അയച്ചു തരാമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കല്ലുമ്മക്കായി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സോഫ്റ്റായിട്ട് സംസാരിച്ചത്. പിന്നെ ഞാൻ കൊടുത്തത് വേറൊരാൾക്കാണ്. അപ്പോഴാണ് അദ്ദേഹം തീരെ സംസാരിക്കാണ്ടായി തരാണ്ടക്കായ കാരണം അതാണ്. എനിക്ക് ക്യാഷായിട്ട് അദ്ദേഹം തന്നത് 2 രൂപയിൽ 2000 രൂപയിൽ കൂടുതൽ അദ്ദേഹം എനിക്ക് ക്യാഷായിട്ട് തന്നിട്ടില്ല. അതും അദ്ദേഹമല്ല തന്നത്, സ്റ്റാഫാണ് തന്നത്. ടോട്ടലി എനിക്ക് 13 അല്ലെങ്കിൽ 12000 രൂപ അദ്ദേഹം ക്യാഷായിട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് ഫുള്ള് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തരാനുള്ളത് അദ്ദേഹം തരാനുള്ള കണക്കിൻ്റെ അടുത്തില്ല. അദ്ദേഹം തന്നത് ഗൂഗിൾ പേ ആയിട്ട് തന്നത് 91,270 രൂപ. ടോട്ടൽ കടക്ക കൊടുത്തത് 915 കിലോ കടക്ക. 915 കിലോ കടക്ക കൊടുത്തിട്ട് എനിക്ക് തന്നതാണ് ഗൂഗിൾ പേ ആയിട്ട് തന്നത് 91,270 രൂപ എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ക്യാഷായിട്ട് തന്നത് ഒന്നുകിൽ 12000 അല്ലെങ്കിൽ 13000 രൂപ. എത്ര ഉറുപ്പ്യ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കൂട്ടാം. സുബ്ബുട്ടി കൂട്ട് എത്ര ഉറുപ്പ്യ ഉണ്ടാവുന്നു. ഈ പാവപ്പെട്ട ഈ വിനീതനിക്ക് എത്ര ഉറുപ്പ്യ തരാനുണ്ടെന്നുള്ളത് നിങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ കുട്ടികൾക്കായാലും ഭാര്യക്കായാലും നിങ്ങളുടെ കുടുംബത്തിനായാലും കൊടുക്കുന്ന ഓരോ പൈസ ഉണ്ടല്ലോ, എൻ്റെ ശ്വാസം മുട്ടിച്ച പൈസ. അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ സാക്ഷി അദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നെ സൃഷ്ടിച്ച പഠിച്ച തമ്പുരാൻ, നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം ഉണ്ടെങ്കിൽ തക്കതായ പ്രതിഫലം ഇവിടുന്ന് ലഭിക്കും. നിങ്ങൾക്ക് ശപിക്കല്ല കേട്ടോ. പാടത്ത് പണിയെടുത്താൽ വരുമ്പത്ത് കൂലിയാണ് ഇന്നത്തെ കാലത്ത്. ഇവിടുന്ന് ചെയ്യുന്ന പാപങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞിട്ടേ അദ്ദേഹം കൊണ്ടുപോകുള്ളൂ. അത് സത്യമാണ്. ഞാൻ നിങ്ങളോട് അപമര്യാദയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴതിന് ശേഷം നിങ്ങൾ 2-3 ഫോൺ കോളിൽ കൂടെ എന്തൊക്കെ തെറികളാണെന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് എനിക്ക് നിങ്ങൾക്ക് ശരിക്ക് ഇതിലത്ത് ഇടാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. ഫുള്ള് തെറികളുടെ അഭിഷേകമാണ് നിങ്ങൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളെ മക്കളിത് കേൾക്കും, നിങ്ങളെ ഭാര്യ കേൾക്കും, നിങ്ങളെ ബഹുമാനിക്കുന്ന കടക്ക തൊഴിലാളികൾ ചിലപ്പോൾ ഇത് കേൾക്കും. ഇടാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. നിങ്ങൾക്കൊരു മനുഷ്യൻ തന്നെയാണോ? ചോര നീരായിട്ട് അധ്വാനിച്ച് പൈസ എടുത്തിട്ട് ഞങ്ങൾ കളിക്കുന്നത്, നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നിത്യം മദ്യപിക്കുന്ന, നിത്യം ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ശ്വാസം മുട്ടിച്ച പൈസ ആണ്. ഓരോ പൈസക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയേണ്ടി വരും. ഇനി ആ പൈസ ചോദിച്ച് ജലീൽ വരൂല കേട്ടോ. ജലീൽ വരെ എനിക്ക് കൊണ്ടുപോയി തരേണ്ടി വരും. നിങ്ങൾ കൊണ്ടുപോയി തരും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ മനുഷ്യൻ്റെ രൂപവും മൃഗത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഓരോ നിമിഷം ചെയ്യുന്നത്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, പാടത്ത് പണിയെടുത്താൽ വരുമ്പത്ത് കൂലിയാണ്. ഇവിടുന്ന് ചെയ്യുന്ന പാപങ്ങൾ നിങ്ങളും അനുഭവിക്കും, ചിലപ്പോൾ നിങ്ങളെ മക്കളും അനുഭവിക്കും. ആ മക്കൾ എന്തിനാണ് ഇതിനകത്ത് പിടിച്ചിടുന്നത്? നിങ്ങൾ എൻ്റെ മരിച്ച ബാപ്പനെ, ഉമ്മനെ, എൻ്റെ വീട്ടുകാരെ ഒക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അധ്വാനിച്ച് തന്ന പൈസക്ക് വേണ്ടി വരാൻ നേരത്തെ നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. പോരാത്തത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എന്താ ചെയ്യലേ റബ്ബേ. എന്തായാലും ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഒന്നേ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരും. പെട്രോൾ ഒഴിച്ച് ഞാൻ വരട്ടെ, നിങ്ങളെന്നെ കത്തിച്ചോളി അവിടുന്ന്. അല്ലെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും കാണാം ഇൻഷാ അല്ലാഹ്. പോലീസ് സ്റ്റേഷനിൽ പോയി മടങ്ങുമ്പോഴാണ് എനിക്ക് ഒരു വധഭീഷണി കോള്. ആ നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. എന്നെ പെട്രോള് ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ ഫോൺ വിളിച്ച നമ്പറാണ് 75 92 97 97 56. 2 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫുള്ള് തെറി വധഭീഷണി ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു കോൾ ചെയ്തത് 98 47 84 78 82. ഇതിൽ കൂടാണ് ഫുള്ള് തെറികളും വധഭീഷണി. പിന്നെ ഒരു നമ്പർ കൂടിയുണ്ട് 90 61 60 37 57. അന്ന് പെരുന്നാളായിരുന്നു. ഫുള്ള് തെറികൾ മാത്രം.
ഫുള്ള് തെറികൾ നിങ്ങൾക്ക് സൈബർ ഷെല്ലിൽ ഞാനൊരു പരാതിയോ കേസോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കളായിരിക്കാം. അവർ ആയി പോകില്ല. നാളെ എനിക്കെന്ത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തെളിവുകളൊക്കെ ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അവരെടുത്തുനിന്നല്ല സംസാരിക്കുന്നത്, അവർക്കും അറിയല്ലോ. സാക്ഷികൾ വേണ്ട എല്ലാത്തിനും. ഇന്ന് നിയമത്തിൽ അതല്ലേ വേണ്ടിയ സാക്ഷി, തെളിവുകൾ. ആ തെളിവുകൾക്കാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് തന്നത്. നിങ്ങൾ സുബുട്ടിനെ വിശ്വസിച്ചോടി, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആരിന്ന് വരെക്കായിട്ട് ചതിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്നെ ചതിച്ച് അതിനുള്ള തെളിവുകൾ എനിക്ക് തന്നത്. ഇതാണ് നമ്മളെ സുബുട്ടി. ഒന്ന് നിങ്ങൾ കണ്ടോളി ശരിക്കും. എന്നെ പറ്റിച്ച സുബുട്ടി ഇതാണ്. മൂടാടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. കണ്ടോളി. ഇനി ആരും പറ്റിക്കാതിരിക്കട്ടെ.